Miracle Institute of Fashion Designing, Mangada PO, Malappuram. Miracle Fashion Designing Institute ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീ നിരക്കിൽ വീട്ടിലിരുന്നു തന്നെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കൂ. മോഡലിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത് പരിചയസമ്പന്നരായ അധ്യാപികമാർ, ആധുനിക രീതിയിലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുള്ള ഓൺലൈൻ ക്ലാസുകൾ, സംശയ നിവാരണത്തിന് ബാച്ചുകൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ്, 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മിറക്കിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ്, മങ്കട PO, മലപ്പുറം. ഫോൺ 9895352030 9645160927. ഹലോ എവ്രിവൺ, ടീം മിറാക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെക്കോർഡാണ് കേട്ടോ. നമ്മളുടെ 1 ഇയർ ഡിപ്ലോമ, 1.5 ഇയർ വരുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമുക്ക് റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡ് എങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക, എന്തൊക്കെ വർക്കുകളാണ് അതിൽ അവർ പഠിക്കുന്നത്, അതൊക്കെ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ആകാംക്ഷ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു എന്താ പറയുക മറുപടി ആയിട്ടാണ്, ആ റെക്കോർഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടെ പഠിച്ചിറങ്ങിയ കുറച്ച് കുട്ടികളുടെയാണ്. ഇതിൽ ഒരുപാട് എണ്ണം ഉണ്ട്. അതിൽ നിന്ന് അവർക്ക് വരുന്ന 3 റെക്കോർഡാണ് 1.5 ഇയർ വരുന്ന ഡിപ്ലോമ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ. 3 റെക്കോർഡ് ഉണ്ടായിരിക്കും. അത് ഞാനൊന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുറച്ച് റെക്കോർഡ് കണ്ടോണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. 3 എണ്ണമാണ് അവർക്ക് ഉണ്ടായിരിക്കുക. ഒന്നാമത്തത് ഹാൻഡ് എംബ്രോയിഡറിയുടെ റെക്കോർഡായിരിക്കും. രണ്ടാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് അവർ പഠിക്കുന്ന ആരി വർക്ക്, മിറർ വർക്ക്, റിബണ്, പെയിന്റിങ്സ് അതൊക്കെ ചെയ്യുന്ന റെക്കോർഡായിരിക്കും രണ്ടാമത്തെ. മൂന്നാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് പാറ്റേൺ മേക്കിങ്ങിൻ്റെ ആയിരിക്കും. അതായത് നമ്മൾ അടിച്ച് പഠിക്കുന്ന, ഇപ്പോൾ ചുരിദാറും പാൻറ്റും ബ്ലൗസും മാക്സിമം ഒക്കെ പഠിക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ വലിയ അളവിലാണ് തയ്ച്ചെടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ചെറിയ റെക്കോർഡിലേക്ക് ഒട്ടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച എല്ലാ ടൈലറിങ്സിനെയും നമ്മൾ ചെറിയ അളവിലേക്ക് മാറ്റി തയ്ക്കും. എന്നിട്ടാണ് നമ്മൾ റെക്കോർഡിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതും നമ്മളുടെ ഈ ഒരു റെക്കോർഡിലുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ ചെറുതായിട്ട് തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയമായിരിക്കും. അതിനെല്ലാം നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു തെളിവ് സഹിതം കാണിച്ചു തരാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയിഡറിയുടെ റെക്കോർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്കി ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ആണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത്. ബാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പേജിൽ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽ, പഠിച്ച കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിൽ ഇൻഡെക്സ്, അതായത് എത്ര സ്റ്റിച്ചുകൾ അവർ പഠിച്ചിട്ടുണ്ട്, അത് അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെയാണ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്തതിൽ നമ്മളുടെ സ്റ്റിച്ച് ബോർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകളെല്ലാം നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റിച്ച് ബോർഡിൽ. അപ്പോൾ 1.5 ഇയർ വരുന്ന ഡിപ്ലോമയിൽ നമുക്ക് 60 സംതിങ് സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട്. അതെല്ലാം കണ്ടോ എന്ത് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ പഠിച്ചിട്ടാണ് പിന്നെ നമ്മളത് ഭംഗിയായിട്ടുള്ളൊരു മോട്ടീഫിലേക്കൊക്കെ മാറ്റുക കേട്ടോ. അപ്പോൾ എന്താണ് മോട്ടീഫ്, അതെങ്ങനെ ഉണ്ടാവുക എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും സ്റ്റിച്ച് ബോർഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സ്റ്റിച്ച് ബോർഡ് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടീഫാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ ഇട്ടിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക്കാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പേജിലൊക്കെ നോക്കാം. ഇപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ കണ്ടത്, നല്ല പൂവൊക്കെ ചെയ്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ചുരിദാറിൻ്റെ നെക്കിലേക്ക് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇലകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഡിസൈൻ ആക്കി മാറ്റണം. ഇപ്പം സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇതിന് ഡിസൈൻ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ പഠിച്ച സ്റ്റിച്ചിനെ ഒരു ചിത്രത്തിലേക്ക് മാറ്റി ചെയ്യുന്നതിനെയാണ് മോട്ടീഫ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കൂ, നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചിനെ ഒരു മോട്ടീഫിലേക്ക്, ഒരു ചിത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതാണിത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാനൊന്ന് തിരിച്ചു വെക്കുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ നോക്കുക, കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ പേജായിട്ട് ഞാൻ മറക്കുന്നുണ്ട് കേട്ടോ.
ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചിനും ഓരോ മോട്ടീഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ചിന്റെ പേരൊക്കെ മേലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കുക, നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിന് ഏത് ചിത്രത്തിലേക്ക് മാറ്റിയാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക എന്നും കൂടെ നമുക്ക് ഈ ഒരു മോട്ടീഫ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റിച്ചിനും ഓരോ ടൈപ്പ് ചിത്രങ്ങളായിരിക്കും പറ്റുണ്ടാവുക, എല്ലാത്തിലും എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മോട്ടീഫ് ചെയ്യുന്നത് വഴി അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് കളർ കോമ്പിനേഷൻസ്. അപ്പോൾ കളർ കോമ്പിനേഷൻസ് മെയിനായിട്ടും നമുക്ക് ഈ മോട്ടീഫ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുക. അപ്പോൾ ഏതൊക്കെ ചിത്രത്തിൽ ഏതൊക്കെ കളേഴ്സ് കൊടുത്താലാണ് മാച്ചിങ് ആയിട്ട് ഉണ്ടാവുക, അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മോട്ടീഫ് ചെയ്യുന്നത് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് നോക്കുക, ഇതിപ്പോൾ ആ കുട്ടി ഫേൺ എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇലയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോക്കുക, ഇലയുടെ ആ ഒരു തണ്ട് വരുമല്ലോ, ആ തണ്ട് പോലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന സ്റ്റിച്ചാണത്. അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അതേപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് ഒക്കെ വെച്ചിട്ടാവുമ്പോൾ നമ്മളുടെ ആ സ്റ്റിച്ചിനെ എന്താ പറയുക ഭംഗിയാക്കുന്നത് ഈ മോട്ടീഫിലൂടെയാണ്. അപ്പോൾ നോക്കുക കേട്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നോക്കുക, നമ്മളുടെ ഓരോ സ്റ്റിച്ചിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടീഫ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സ്റ്റിച്ചിൻ്റെ മോട്ടീഫാണോ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു 60-something സ്റ്റിച്ച് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സ്റ്റിച്ച് ഒരു മോട്ടീഫാക്കി ചെയ്യുന്ന സമയത്ത് വേറെയും സ്റ്റിച്ചുകൾ അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ സ്റ്റിച്ച് വേണം അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന സ്റ്റിച്ചിൻ്റെ മോട്ടീഫാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കുക, ഇതിൽ വേറെ സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുണ്ട്, വേറെ ഒരുപാട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇത് ഇന്ന സ്റ്റിച്ചിൻ്റെ മോട്ടീഫാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോട്ടീഫും കൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ബട്ടർഫ്ലൈ ആണ് എന്ത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഓരോ സ്റ്റിച്ചും. ഓക്കെ, അപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായാലും അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ എല്ലാം കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൂടെ തന്നെ കളർ കോമ്പിനേഷൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇത് നിങ്ങളൊന്ന് നോക്കുക, ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. ഓക്കെ, ഇത് നോക്കൂ, ഒരു സ്കേർട്ട് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് അതാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെയർ അതാണ് ചെയ്തിട്ടുള്ളത്. ഹെയറിൽ ചെറിയ പൂക്കൾ പോലെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കയ്യിൽ ചെറിയൊരു ബൊക്കെ പോലെ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഫ്രഞ്ച് നോട്ടാണ്. അപ്പം ഇത് കണ്ടാൽ നമുക്കറിയാം ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ മോട്ടീഫാണെന്നുള്ളത്. പക്ഷെ അതിൽ വേറെയും സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, റണ്ണിങ് ബാക്ക് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫ് വേറെ കൊടുത്തിട്ടുണ്ട്. ഹെയറിൻ്റെ ഈ ഭാഗത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ മോട്ടീഫാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെയാണ് ബുള്ളിയ റോസ്. കണ്ടോ, ഇതിലും ലീഫിനും തണ്ടിനൊക്കെ വേറെ സ്റ്റിച്ചുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ ബുള്ളിയ റോസിൻ്റെ മോട്ടീഫാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്പൈഡർ വെബ്, അതുപോലെ തന്നെ വൂവൺ സ്റ്റിച്ചൊക്കെ, വീൽ സ്റ്റിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡബിൾ കളർ ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കൂ, നമുക്ക് റയർ കളേഴ്സ് കിട്ടാനും കുറച്ച് പ്രയാസമുള്ള കളേഴ്സും വേറെ കളറിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഭംഗിയായിട്ട് എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒരു റെക്കോർഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹാൻഡ് എംബ്രോയിഡറിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര സ്റ്റിച്ച് പഠിച്ചോ അതിനെല്ലാം അതിൻ്റേതായ മോട്ടീഫുകളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മളുടെ ആരി വർക്ക്, മിറർ വർക്ക്, അതുപോലെ തന്നെ റിബണ്, ഫാബ്രിക് പെയിൻറ്റിങ്, ഇതെല്ലാം നമ്മൾ 1.5 year വരുന്ന ഡിപ്ലോമയിൽ പഠിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു റെക്കോർഡുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ എക്സ്ട്രാ ഹാൻഡ് വർക്കിൻ്റെ ഒരു റെക്കോർഡാണ്. ഫസ്റ്റ് പേജിൽ നമ്മളുടെ ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം ഇൻഡെക്സ്, ഇതിൽ ആരി വർക്ക് ഉണ്ട്, മിറർ ഉണ്ട്, അതുപോലെ തന്നെ റിബൺ ഉണ്ട്, പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഈ റെക്കോർഡിൽ ഉൾപ്പെടുന്നത് അതെല്ലാം ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നോക്കുക, ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് ആരി വർക്കിൻ്റെ സ്റ്റിച്ച് ബോർഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിലാണല്ലോ പഠിക്കുന്നത്. സ്റ്റിച്ച് ബോർഡ് തന്നെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് മോട്ടീഫ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും മോട്ടീഫും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആരി വർക്കിൻ്റെ മോട്ടീഫുകളാണ് ഒന്ന് നോക്കുക. ഇതാണ് ബേസിക് കേട്ടോ. അപ്പോൾ ബേസിക് നല്ല ഭംഗിയായിട്ട് ചെയ്താലാണ് പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം നല്ല വൃത്തിയായിട്ടും അതുപോലെ തന്നെ വളരെ അടുത്തടുത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ നന്നായിട്ട് കീപ്പ് ചെയ്ത് തന്നെ പോയിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് റൗണ്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നെക്കിൻ്റെ പോലെയും അതുപോലെ തന്നെ സ്ലീവ് എന്താ പറയുക, സ്ലീവിൽ ചെയ്യുന്ന പോലെയും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂവായിട്ടും ഇലയായിട്ടും അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടും ഒക്കെ ഉണ്ടോ, എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇതും. നമുക്ക് നെക്കിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന പോലെ നെക്ക് ഡിസൈൻ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളുടെ സ്ലീവിലോ നെക്കിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വന്നിട്ടുള്ളത് മിറർ വർക്കാണ് കേട്ടോ. മിറർ വർക്കും സ്റ്റിച്ച് ബോർഡിലാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ മോട്ടീഫുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റിച്ചിനും ഓരോരോ മോട്ടീഫ് തന്നെയായിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അടുത്തത് മിറർ വർക്കിൻ്റെ സ്റ്റിച്ച് ബോർഡാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റിച്ചും സ്റ്റിച്ച് ബോർഡിൽ തന്നെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ മോട്ടീഫാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ മോട്ടീഫ് തന്നെ ആയിട്ട് വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിനും ഓരോ മോട്ടീഫ് കേട്ടോ. അപ്പോൾ മിറർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ മുന്നേ പഠിച്ച എംബ്രോയിഡറി സ്റ്റിച്ചൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുക, മുന്നേ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് റിബൺ വർക്കാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ബോർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അതിൻ്റെയൊക്കെ മോട്ടീഫാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ്, റിബൺ വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നത് ലേസി ഡേസി ആണ്. അതൊക്കെ റിബൺ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവറൊക്കെ ഉണ്ടോ, നല്ല നീറ്റായിട്ടും അതേപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലൂടെ പഠിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ ഒരു മോട്ടീഫും കൂടെ കണ്ടു. അടുത്തത് പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ പെയിൻറ്റിങ്സിൽ ആദ്യം നമ്മൾ പഠിക്കുക ഔട്ട്ലൈൻ ഇടാനാണ്. അപ്പോൾ അതേപോലെ ബ്ലാക്ക് കൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഔട്ട്ലൈൻ വിത്ത് ഫില്ലിങ്. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫില്ലിങ് കേട്ടോ. ഫില്ലിങ് വിത്ത് ഡോട്ട്സ് ആണ്. അതായത് ഡോട്ടുകൾ കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൽ ഔട്ട്ലൈനിന് പകരം ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് നമ്മളുടെ ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഷെയ്ഡിങ്. ഇപ്പോൾ ഷെയ്ഡിങ് ഒക്കെ വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഔട്ട്ലൈന് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഫില്ല് ചെയ്തെടുക്കുന്നതാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ച് വെച്ച പോലെ നമ്മൾ സ്റ്റെൻസിലൊക്കെ വെക്കുമല്ലോ, അത് വെച്ചിട്ട് പെയിൻറ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈൻ ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ അച്ച് വെച്ച പോലെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് കട്ട് വർക്കും അപ്ലിക് വർക്കുമാണ്. അപ്പോൾ കട്ട് വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് ഇത് കട്ടാണ്. കണ്ടോ, ഇവിടെ ഇത് ഹോളാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് അതിലാണ് പിന്നെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് കട്ടഡാണ് കേട്ടോ പീസ്. അപ്പോൾ അതിലാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് അപ്ലിക് വർക്കാണ്. അതായത് വേറൊരു പീസ് ഒട്ടിച്ചിട്ട് വേറെ ടൈപ്പ് വെൽവെറ്റ് ടൈപ്പ് ക്ലോത്ത് ഒക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ എഡ്ജ് കാര്യങ്ങളൊന്നും കാണാതെ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണിത്. ഓക്കെ, അപ്പം നമ്മളത് പരിചയപ്പെട്ടു. ഇനി ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് വേറൊരു സ്റ്റുഡൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരി വർക്കും അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള വേറൊരു റെക്കോർഡാണ് കേട്ടോ. സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു സ്റ്റുഡൻറ്റ്, ഓരോരുത്തരും ഓരോ രീതിയിലാവുമല്ലോ ചെയ്യാം. അപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റ് ചെയ്തത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. 3 റെക്കോർഡാണ് വരുന്നത് ശരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. വേറെ സ്റ്റുഡൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് കഴിഞ്ഞു. അതിനുശേഷം ആരി വർക്കിൻ്റെ സ്റ്റിച്ച് ബോർഡ്.
പിന്നെ വരുന്നത് അതിൻ്റെയൊക്കെ മോട്ടീഫാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കട്ട് വർക്ക് വെച്ചിട്ടും സീക്വൻസ് വെച്ചിട്ടൊക്കെ കണ്ടോ, കളർ കോമ്പിനേഷൻസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുമ്പോൾ ചില ആൾക്കാർ കുറേ ഇതളുകൾ കൊടുക്കില്ല, ചില ആൾക്കാർ ചെയ്യുമ്പോൾ കുറേ ഇതൾ കൊടുക്കും, സെൻറ്ററിൽ ഇതുപോലെ കുറേ മുട്ടുകളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഓരോരുത്തരെയും ഐഡിയ വ്യത്യാസം ആയിരിക്കും. ഓക്കെ, നല്ല എന്താ പറയുക, സീക്വൻസ് ഒക്കെ വെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് മിറർ വർക്കാണ് കേട്ടോ. സ്റ്റിച്ച് ബോർഡാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ മോട്ടീഫാണ്. ഓക്കെ, നോക്കുക. അപ്പോൾ കഴിഞ്ഞ റെക്കോർഡിൽ കണ്ട അതേപോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർ ഐഡിയ വ്യത്യാസമായിരിക്കും, അതിനനുസരിച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിബൺ വർക്കിൻ്റെ ആണ് കേട്ടോ. സ്റ്റിച്ച് ബോർഡ് കണ്ടു, മോട്ടീഫ് കഴിഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ഹെവി ആയിട്ടാണ് ഈ റെക്കോർഡിൽ ചെയ്തിട്ടുള്ളത്. റിബൺ വർക്ക് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഹെവി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ്ടോ, അത് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. റോസ് ഇതേപോലെ തന്നെയാണ് കട്ട് വർക്കും അപ്ലിക് വർക്കും. അപ്പോൾ ഓരോരുത്തർ കട്ട് ചെയ്യുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കുട്ടി കട്ട് ചെയ്തിട്ടുള്ളത് വേറൊരു മോഡലാണ്, കണ്ടോ, ഇത് കട്ടഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത രീതി, ഡിസൈന് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അപ്ലിക് വർക്ക് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ കുട്ടി ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത്. വേറൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്, പക്ഷിയുടെ പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുന്നത് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് പെയിൻറ്റിങ്സ്. ഔട്ട്ലൈനും ഉണ്ട്, അതുപോലെ തന്നെ ഫില്ലിങ്ങും ഉണ്ട്. ഇത് ഫില്ലിങ് വിത്ത് ഡോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഔട്ട്ലൈന് പകരം ഡോട്ട് ഇട്ടിട്ട്. പിന്നെ ഉള്ളത് ഷെയ്ഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഷെയ്ഡിങ് കണ്ടോ, ഇത് ഔട്ട്ലൈൻ ഇല്ലാതെ ഫില്ല് ചെയ്യുന്ന, ഞാൻ നേരത്തെ സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മൾ അച്ച് പോലെ വരുന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലത്തെ പിക്ചറുകൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് അതേപോലെ തന്നെ തോന്നും കേട്ടോ. ഇതിനും ഔട്ട്ലൈൻ ഇല്ല, ജസ്റ്റ് ഫില്ലിങ് മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ വേറെ കാണിച്ചു തന്ന റെക്കോർഡ്. ഇനി വരുന്നത് നമ്മളുടെ 1.5 ഇയർ വരുന്ന ഡിപ്ലോമയിൽ പിന്നെ വരുന്ന മൂന്നാമത്തെ റെക്കോർഡാണ് നമ്മളുടെ പാറ്റേൺ മേക്കിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ അതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി കണ്ടു, അതേപോലെ തന്നെ നമ്മളുടെ ഹാൻഡ് വർക്കിൻ്റെ ആരി വർക്ക്, മിറർ ഒക്കെ വരുന്നത് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാറ്റേൺ മേക്കിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ്, അതുപോലെ തന്നെ ഇൻഡെക്സ്, അതായത് നമ്മൾ എന്തെല്ലാം അടിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ കുട്ടി കുപ്പായങ്ങൾ മുതൽ വലിയവർക്കുള്ള ചുരിദാർ, പാൻറ്, ബ്ലൗസ്, മാക്സി എല്ലാം അടിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ, നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഇതൊക്കെ നമ്മൾ വലുതായിട്ടാണ് തയ്ച്ച് പഠിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ചെറുതായി തയ്ച്ചാലാണ് നമുക്ക് റെക്കോർഡിലേക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പാറ്റേൺ വെട്ടും. അതായത് നമ്മൾ ബ്രൗൺ പേപ്പറിൽ ആദ്യം അതിൻ്റെ പാറ്റേൺ വെട്ടിയെടുക്കും. അതിന് ശേഷമാണ് തുണി കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആവശ്യമാണ്. അതാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ബാക്കി വരുന്നതും കൂടെ നോക്കാം കേട്ടോ. എയർലൈൻ ഫ്രോക്കും സമ്മർ ഫ്രോക്ക് അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്ക്കുന്നതാണ്. അതേപോലെ തന്നെ കണ്ടോ അംബർല ഫ്രോക്ക്, ഇതിനൊക്കെ ആദ്യം പാറ്റേൺ ആണ്. അത് ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കണ്ടോ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ. നല്ല പ്ലീറ്റ് ഇട്ടിട്ട് വരുന്ന ഫ്രോക്ക്, അംബ്രലേൻ്റെ മിഡി വരുന്നുണ്ട്, അതിനുള്ള ടോപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പട്ടുപാവാട, അതിലേക്കുള്ള ബ്ലൗസാണ് കേട്ടോ. പട്ടുപാവാടേൻ്റെ പാവാടയും ബ്ലൗസുമാണ്. അടുത്ത സെക്ഷൻ പാൻറ്റിൻ്റെ ആണ് കേട്ടോ. നമ്മൾ സാധാ പാൻറ്റും പലാസ, ചുരി പാൻറ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വലിയ അളവിലായിരിക്കും നമ്മൾ തയ്ക്കുക. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ പാറ്റേൺ മേക്കിങ്ങിലാക്കി ചെറുതാക്കിയിട്ടുള്ളതാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത് പാട്ടിയാല പാൻ്റാണ്. ഇനി വരുന്നത് ചുരിദാറിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ചുരിദാറിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടൊക്കെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പഠിക്കും. അപ്പോൾ അത് ക്യാൻവാസിൽ മാത്രം ഇതുപോലെയൊക്കെയുള്ള ഷേപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ പാറ്റേണും അത് ചെറിയൊരു പീസിൽ ചെയ്തിട്ടുള്ളതുമാണ്. അതേപോലെ തന്നെയാണ് ചുരിദാറിൽ നമ്മൾ സിബ് വെക്കാനൊക്കെ പഠിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, സിബ് വെക്കാൻ. അതേപോലെ തന്നെ ഇതിൽ വി നെക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, വി ഷേപ്പ് നെക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സിബ് മാത്രമായിട്ട് വെച്ചിട്ടുള്ളതുണ്ട്. ഹാഫ് കോളറും ഉണ്ട്, ഫുൾ കോളറും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഹാഫ് കോളർ വെച്ചിട്ടുള്ളതും ഫുൾ കോളർ വെച്ചിട്ടുള്ളതും വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പൈപ്പിംഗ് ഒക്കെ കണ്ടോ, സെൻറ്ററിലൂടെ പൈപ്പിംഗ് വെച്ചിട്ടൊക്കെ ഉള്ളത് പാറ്റേൺ മേക്കിങ്ങിൽ ആദ്യം ചെയ്തിട്ട് വീണ്ടും നമ്മൾ തുണിയിലേക്ക് മാറ്റി തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുക, നല്ല തട്ടുടുപ്പാണ് കേട്ടോ, തട്ട് ലെയർ വന്നിട്ടുള്ള ഉടുപ്പാണ്. പിന്നെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ വലിയ അളവിലായിരിക്കും ആദ്യം തയ്ച്ച് പഠിക്കുക, അതിന് ശേഷം നമ്മൾ കുഞ്ഞേതാക്കിയിട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മളുടെ വെസ്റ്റാണ് കേട്ടോ, അതായത് കോട്ട് പോലെ നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ മേലെ കൂടെയൊക്കെ കോട്ട് പോലെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു വെസ്റ്റാണ് അവിടെ തയ്ച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് മാക്സിയാണ് കേട്ടോ. അപ്പോൾ സാധാ മാക്സി ഉണ്ട്, നമുക്ക് സാധാ മാക്സിക്ക് സിബ് വരുമല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടോ വളരെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് എലാസ്റ്റിക് മാക്സിയാണ്. അപ്പോൾ എലാസ്റ്റിക് മാക്സിക്ക് ഫ്രണ്ടിൽ ഇതുപോലെ പ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ എലാസ്റ്റിക് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല പ്ലീറ്റഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതും കൂടെ നമുക്ക് നോക്കാം. പിന്നെ വരുന്നത് ഇത് ബട്ടൺ മാക്സിയാണ് കേട്ടോ. ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ബട്ടൺ വെച്ചിട്ടുള്ള മാക്സിയാണ്. അതേപോലെ അടിപ്പാവാട, ഓക്കെ, അണ്ടർ സ്കേർട്ട് താഴേക്ക് നല്ല പ്ലീറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കിച്ചൺ കോട്ടാണ്. അപ്പോൾ കിച്ചൺ കോട്ടിന് നമ്മളൊരു ഷീറ്റ് വെച്ചിട്ടാണ് കിച്ചൺ കോട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഷീറ്റൊക്കെ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ബ്ലൗസുകളാണ്. അതിൽ നോർമൽ ഉണ്ട്, അതേപോലെ തന്നെ പ്രിൻസസ് കട്ട് വരും, കട്ടൂരി കട്ട് ബ്ലൗസ് വരും. ഓക്കെ, അപ്പോൾ അതെല്ലാം വളരെ നീറ്റായിട്ടാണ്. അതിൻ്റെ ഓരോ കട്ടിങ് ഉണ്ട്, സാധാ ബ്ലൗസിൻ്റെ കട്ടിങ്ങും പ്രിൻസസിൻ്റെ അതുപോലെ തന്നെ കട്ടൂരി കട്ടിൻ്റെ കട്ടിങ് എല്ലാം പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, താഴെ അടിച്ചത് കേട്ടോ. അടുത്തത് പൈജാമയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുർത്തി ഒക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈജാമ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഷർട്ടാണ് കേട്ടോ, അതും ഫുൾ സ്ലീവ് ഷർട്ടാണ്. അതുപോലെ തന്നെ കഫ്, കോളർ, ബട്ടൺസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അതും 2 കോളർ വരും, ഷർട്ടിനൊക്കെ 2 കോളർ വരും. ആ 2 കോളറും വെച്ചിട്ടാണ് ഷർട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പാറ്റേണും ഉണ്ട്, അതിന് തൊട്ട് താഴെ സ്റ്റിച്ച് ചെയ്തതുമാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാറ്റേൺ മേക്കിങ്ങിൽ വരുന്നത് കേട്ടോ. പാറ്റേൺ മേക്കിങ്ങിൽ ഷർട്ട് വരെയാണ് നമുക്ക് ഉണ്ടായിരിക്കാം. അതും നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലൊക്കെ കുട്ടികളുടെ അളവിലോ അതല്ല വലിയ ആൾക്കാരുടെ അളവിലോ ഒക്കെ നിങ്ങൾക്ക് ഷർട്ട് അടിക്കാം കേട്ടോ. അതിനുള്ള ഫുൾ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യും. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലുള്ള ഒരു ഷർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാണ് അതായിരിക്കും ആദ്യം പഠിപ്പിക്കുക. അപ്പോൾ അളവെടുക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ വലിയ ആൾക്കാരുടെ ഷർട്ട് എന്ന് നിങ്ങൾക്ക് അളവെടുക്കാൻ പറ്റും. ഓക്കെ, ആ അളവിനെ പിന്നെ തുണിയിലേക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ അളവുകൾ എങ്ങനെയെല്ലാമാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ അടിക്കുന്നതിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഷർട്ടൊക്കെ നമ്മൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് പഠിക്കുകയാണെങ്കിലും രണ്ടായാലും അത്ര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ റെക്കോർഡിൽ ഉണ്ടായിരിക്കുക. 3 റെക്കോർഡാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാറ്റേൺ മേക്കിങ്ങും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക്, നമ്മൾ ആരി വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന റെക്കോർഡും അതേപോലെ നമ്മൾ 60 ഹാൻഡ് എംബ്രോയിഡറിയുടെ റെക്കോർഡും. അപ്പോൾ ടോട്ടൽ നമ്മൾ 1.5 ഇയർ കുട്ടികൾക്ക് 3 റെക്കോർഡാണ് വരുന്നത് കേട്ടോ. 3 റെക്കോർഡ് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെക്കോർഡിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സെയിം റെക്കോർഡ് വർക്ക് തന്നെയാണ് ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുക. അവർക്കും ഇതുപോലെ 3 റെക്കോർഡ് ഉണ്ടായിരിക്കും. ഇതേ സെയിം സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരും നമ്മളുടെ 1.5 ഇയർ വരുന്ന ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ എല്ലാവരും റെക്കോർഡൊക്കെ നന്നായിട്ട് കണ്ടിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ടീം മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.